കുഴി, പൊടി, വെള്ളക്കെട്ട്, യാത്രാ ദുരിതം എണ്ണിപ്പറയുകയാണ് തലസ്ഥാനത്തെ നഗരനിവാസികൾ. കാൽനടയാത്ര പോലും ദുസ്സഹമാണ് പലയിടങ്ങളിലും. ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ട പണി നമ്മളെ ശരിക്കും ബാധിച്ചു. ഇവിടെ ഇസ്കോണിൽ വരുന്ന ധാരാളം പേരിൽ കൂടുതലും വയസ്സായ ആൾക്കാരാണ്. അവർക്ക് വരാനും പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മിക്ക റോട്ടിലൊക്കെ വരാറുള്ളതുകൊണ്ട് അവർ താരയൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഒത്തിരി ദൂരെയൊക്കെ നടന്നാണ് ഞങ്ങൾ കയറാറ്. ഇത് എത്ര നാളായി ഈ ഒരു റോഡ് ഇങ്ങനെ പൊളിച്ചിടാൻ തുടങ്ങിയിട്ട്? കുറേ നാളായി. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോലെ തന്നെ ഇത് കയറാനൊന്നും പറ്റത്തുമില്ല. ഇവിടെ നിന്ന് നടന്ന് തന്നെ പോകണം. മുകളിലും ഇതാണ്. ഇത് കുറേ നാളായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ആദ്യം അവിടെ തുടങ്ങിയത്, അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഈ റോഡ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കര പാടാണ് വണ്ടി വരാൻ. ഈ കാലാവസ്ഥയ്ക്കും കൂടി ഈ പണി നടക്കുകയില്ല. ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 1.5 വർഷം കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലേക്കൂടെ നടക്കാനൊക്കെ ഭയങ്കര പാടുമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വരെ പോകാൻ തന്നെ ഭയങ്കര പാടാണ്. ജോലിക്ക് കയറാൻ ഇതുവഴി അങ്ങനെ പോകാൻ പറ്റൂല മക്കളെ. ഒന്നാമത് കണ്ണൊന്നും കാഴ്ചയില്ല, BP-യും ഷുഗറും ഒക്കെ ഉള്ളത്. തന്നെ മക്കളെ ഡ്രെയിനേജ് പൊട്ടി നമ്മളെ വീട്ടിൻ്റെ നടയിൽ കൂടെയാണ് മക്കളെ ഒഴുകണത്. ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി. ഒരു ചായ കുടിക്കാൻ വരാൻ നിവർത്തിയില്ല. ഞാൻ രാവിലെ ഇവിടെ പേപ്പർ എടുക്കാൻ വരും. ഞാൻ ഇപ്പോൾ വരില്ല. അങ്ങനെ വലിയ കുഴപ്പത്തിൽ കിടക്കുകയാണ് ഈ റോഡ്. ജനങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അമ്മ വെറുതെ നടന്ന് കാല് ഒടിഞ്ഞു. ഇപ്പം 6 ആഴ്ചയായിട്ട് കാസ്റ്റിലാണ്. ഒരു വ്യത്യാസവും വരുന്നതിൽ കുറേ കൂടെ വൃത്തിയായിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പം അമ്മയെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. മൊത്തം സിറ്റിയുടെ പല ഭാഗത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സഞ്ചരിക്കുമ്പം കാണുന്നുണ്ട്, തടസ്സമുണ്ട്. പക്ഷേ പണി വേഗം തീരട്ടെ എന്ന് പ്രത്യാശിക്കും.